കൊച്ചി എളമക്കരയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷം കലൂർ മണിപ്പാട്ടിപ്പറമ്പിലെ സഹകരണ ബാങ്ക് ഹാളിലേക്കാണ് സംവിധായകൻ ഷാഫിയുടെ മൃതദേഹം എത്തിച്ചത്. മമ്മൂട്ടിയും പൃഥ്വിരാജും ലാലും ജോമോളുമടക്കം നിരവധി താരങ്ങളും സഹപ്രവർത്തകരുമാണ് അദ്ദേഹത്തെ അവസാന നോക്കു കാണുവാൻ അവിടേക്കെത്തിയിരുന്നത്. അതിനിടെയാണ് ഒരു പെൺകുട്ടിയും അമ്മയും ഷാഫിയുടെ മൃതദേഹത്തിനരികിലേക്ക് എത്തിയത്. നിറകണ്ണുകളോടെ ആദ്യമെത്തിയ ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ കാലിലാണ് ആദ്യം തൊട്ടത്. അപ്പോഴേക്കും വിങ്ങി പൊട്ടിപ്പോയ കരച്ചിൽ മറയ്ക്കാൻ മുഖം പൊത്തി കരയുകയായിരുന്നു അവൾ. തുടർന്ന് കണ്ണു തുടച്ച് അമ്മയും അവൾക്കരികിലേക്കെത്തി. ഷാഫിയുടെ കാലിൽ തൊട്ട് അമ്മയും പ്രാർത്ഥിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. മൃതദേഹത്തിനരികിലിരുന്ന റാഫിയുടെ കയ്യിൽ പിടിച്ച് അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചപ്പോഴും വിതുമ്പലോടെയാണ് ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതെ മിനിറ്റുകളോളം ആ പെൺകുട്ടി നിന്നത്. പിന്നാലെയാണ് അത്രയാർക്കും പരിചയമില്ലാത്ത ഈ പെൺകുട്ടി ആരാണെന്ന് സോഷ്യൽ മീഡിയ തിരഞ്ഞത്. അത് മറ്റാരുമല്ല, നടി മാനസ രാധാകൃഷ്ണനാണ്. 2019 മാനസ രാധാകൃഷ്ണൻ ഷാഫി സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ അഭിനയിച്ചത്. ചിൽഡ്രൻസ് പാർക്ക് എന്ന ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണനും ഷറഫുദ്ദീനുമൊക്കെയാണ് നായകന്മാരായി അഭിനയിച്ചത്. ഗായത്രി സുരേഷും മാനസയുമൊക്കെ നായികമാരായി അഭിനയിച്ച ഈ ചിത്രത്തിലെ ഷൂട്ടിങ്ങിനിടയിലെ ഓർമ്മകൾ പങ്കുവച്ച് മാനസ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: അവസാന നിമിഷം വരെ നിങ്ങൾ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ശക്തമായി തന്നെ കരുതി. എന്നിട്ട് ഇതിനെയെല്ലാം കളിയാക്കി തമാശയാക്കി ഞങ്ങളോട് പറയും. അവസാന നിമിഷം വരെയും ഞങ്ങൾ കരുതിയത് നിങ്ങളുടെ സിനിമകൾ പോലെ തന്നെ ഞങ്ങൾക്ക് ഒരു സന്തോഷകരമായ അന്ത്യം നൽകുമെന്നാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ എന്നേക്കും ജീവിക്കും. എല്ലാ പ്രാർത്ഥനകളും സ്നേഹവും എന്ന് കുറിച്ച് ഷാഫിയുടെ 2 പെൺമക്കളെയും ടാഗ് ചെയ്തുകൊണ്ടാണ് മാനസ സോഷ്യൽ മീഡിയയിൽ വേദനയോടെ ഈ വാക്കുകൾ കുറിച്ചത്. 2008 കണ്ണുനീരിലും മധുരം എന്ന സിനിമയിലൂടെ ബാലതാരമായാണ് മാനസ രാധാകൃഷ്ണൻ സിനിമയിലേക്ക് എത്തിയത്. തുടർന്ന് 3 സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചു. മലയാളത്തിൽ സുരേഷ് ഗോപി ചിത്രം പാപ്പനിൽ ആശാശരത്തിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് മാനസ രാധാകൃഷ്ണനായിരുന്നു. എറണാകുളംകാരിയായ മാനസ 10ാം ക്ലാസ് വരെ പഠിച്ചത് ദുബായിലായിരുന്നു. പിന്നീട് തൃപ്പൂണിത്തുറയിലെ ചോയ്സ് സ്കൂളിൽ പഠിച്ച മാനസ ഇപ്പോൾ മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസും എഞ്ചിനീയറിംഗും പഠിക്കുകയാണ്. പഠനത്തിനിടയിലും സിനിമ അഭിനയവും മോഡലിംഗും ഒക്കെയായാണ് മാനസ മുന്നോട്ടു പോകുന്നത്. ഷാഫിയുമായി മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബവുമായും മക്കളുമായുമെല്ലാം അടുത്ത ബന്ധമായിരുന്നു മാനസയ്ക്ക് ഉണ്ടായിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.